3 മാസം കഴിഞ്ഞാ എനിക്ക് ചിലപ്പോ പ്രൊമോഷൻ കിട്ടും. ആഹാ, കൊള്ളാലോ. നീ എന്റെ കയ്യിൽ വന്ന് പെട്ടതിന്റെ ഐശ്വര്യം കണ്ടോ? സർവീസിന്റെ അടിസ്ഥാനത്തിലാ. അല്ലേലും കല്യാണം തന്നെ നിനക്ക് കിട്ടിയൊരു പ്രൊമോഷൻ അല്ലേ? എന്നുവെച്ചാ വെറും ഒരു കാമുകിയുടെ പോസ്റ്റിൽ നിന്നും ഭാര്യയുടെ പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ. ഭയങ്കര പ്രൊമോഷനാ. എന്റെ ഭർത്താവ് ഒരു പലചരക്കടക്കാരനാണെന്ന് പറയാൻ തന്നെ നാണാവുന്നു. നാണത്തോടങ്ങ് പറഞ്ഞാ മതി. നിനക്ക് 1 മാസം ബാങ്കിൽ നിന്ന് കിട്ടുന്നത് 10 ദിവസം കൊണ്ട് കടയിൽ നിന്നേ ഉണ്ടാക്കും. ചേച്ചി എങ്ങനെയുണ്ട്? എന്നോട് വലിയ സ്നേഹ. എന്തേ? ഒന്നുമില്ല, സോപ്പിട്ടൊക്കെ നിന്നോണം. ചേച്ചി പാവാ. ഡോക്ടർ ആവാൻ കഴിയാത്തതില് ചേച്ചിക്ക് വലിയ വിഷമമുണ്ട്. ഡോക്ടറോ? ആരവരോ? പഠിത്തത്തിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത്രേ. ഓ, അപ്പൊ ചേച്ചി ശരിക്കും വെച്ച് താങ്ങുന്നുണ്ടല്ലേ? വെച്ച് താങ്ങുന്നോ? എടി മണ്ടൂസേ, കല്യാണം കഴിഞ്ഞ് പിന്നെ ചേട്ടൻ എന്തുമാത്രം ശ്രമിച്ചെന്നോ ഇവരെ കൊണ്ടൊന്ന് SLC ജയിപ്പിക്കാൻ. ഒരു തവണ എഴുതി ആ മാർക്ക് ലിസ്റ്റ് ഞാൻ കണ്ടതാ. ഇംഗ്ലീഷിന് 13, കണക്കിന് 19, ഹിന്ദിക്ക് 6. നല്ല ഡോക്ടർ. അത് ശരി. നീ ഒന്നും ചെന്ന് അവരോട് പറയരുത്. എന്റെ കണക്കൂട്ടലൊന്നും തെറ്റാറില്ല. സുഖേട്ടൻ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ശൈലജയെ പറ്റി സുഖേട്ടൻ പറഞ്ഞില്ലേ വെറും പച്ചപ്പാവാണെന്ന്? എന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത്തിരി കൊമ്പ് കൂടുതലാണെന്ന്. കൊമ്പോ? മേനി പറിച്ചില്ലേ? അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മോഹനം കുറെ നാൾ പുറകെ നടന്നതല്ലേ, പിന്നെ അതിന്റെ ഒരു അഹങ്കാരമൊക്കെ കാണാതിരിക്കോ? ആ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്നേ. സുഖേട്ടാ, ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ വേറൊരു പെണ്ണിനെ കഴിയൂ. പറ്റിപ്പോയ അബദ്ധത്തെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുഖേട്ടന്റെ ഓഫീസിലെ എഞ്ചിനീയറുടെ ഭാര്യയ്ക്ക് ഇതേ ടൈപ്പ് മാലയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വീണുപോയി. ഇതേ വെറും ഓൾഡ് ഫാഷനാ. കല്യാണത്തിന്റെ അന്ന് നോക്കിയപ്പോ എന്റെ കഴുത്തിൽ മാത്രമേ ഈ പഴഞ്ച മാല. ഈ ഫാഷൻ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉണ്ടാവൂ. മാലയുടെ ഫാഷനെ പറ്റിയൊന്നും സുഖേട്ടനൊന്നും അറിയില്ല. ഇത് ഒരുക്കിയിട്ടേ ഒരു കരിമണി മാല പണിതാലോ എന്ന് ആലോചിക്കാ. കരിമണിയോ? കറുത്ത മണികള് ഇങ്ങനെ ചെയിനിന്റെ ഇടക്കിടക്ക് പിടിപ്പിച്ചിട്ട്. ഇത്തിരി സ്വർണം വേണ്ടി വരും. എന്താണ് ഈ കരിമണി മാല? ഞാൻ കണ്ടിട്ടില്ല. പണിപ്പിച്ച് തന്നാ കാണാലോ. അല്ലെങ്കിൽ ഈ മാല കഴുത്ത് കിടക്കട്ടെ, നമുക്ക് പുതിയ സ്വർണം വാങ്ങി പണിയിക്കാം. അതാ നല്ലത്. ഇനിയിപ്പോ പ്രീതിയുടെ കല്യാണത്തിനാവട്ടെ. അയ്യോ, അതുവരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. നീ ഭക്ഷണം എടുത്തു വെക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് പറ. ആലോചിക്കാന്നേ, നീ ചെല്ല്. മതി മോളെ, ഇനി നിങ്ങളും കൂടി ഇരുന്നോ? വേണ്ടമ്മേ, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം. അയ്യോ മതി മതി മതി. ചേട്ടൻ ഡയറ്റിങ്ങിലൊന്നും അല്ലല്ലോ. നിന്റെ ഈ ആക്രമണം എന്നെ പരിപൂർണ ഡയറ്റിങ്ങിലേക്ക് നയിക്കും. ഇതല്ലേ അത്? കാഞ്ചന ഈ മാതിരി മാലയാണോ? ഈ കറുത്ത മണിയുള്ള മാലയുടെ പേര് കരിമണി മാല എന്നല്ലേ? എന്താ ചേട്ടനൊരെണ്ണം മേടിച്ച് കഴുത്തിലിടുന്നുണ്ടോ? ഈ ടൈപ്പ് മാലയാണോ നിനക്ക് വേണമെന്ന് നീ പറഞ്ഞത്? എന്ത് മാല? ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ ഉടനെ നിനക്കൊരു കരിമണി മാല പണിയിപ്പിച്ചേരണമെന്ന്? ഞാനോ? ഈ മാല കണ്ടിട്ടാണ് നിനക്ക് കാലളകിയതല്ലേ? ഇവക്കുണ്ടല്ല എപ്പോഴും സ്വർണം സ്വർണം എന്നുള്ള പ്രാന്ത. സ്വർണം മാത്രമല്ല സാരിയും. വെറുതെ എന്നിട്ട് വാരാ ശൈലജ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞതാ. ഓടാ അവിടുന്ന്. നിങ്ങൾ എന്തൊരു മനുഷ്യനാ! എന്തെവിടെ സംസാരിക്കണമെന്ന് ഒരു ബോധമില്ല. എന്തു പറ്റി? കരിമണി മാല വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വേണ്ടത്? കരിമണിയും കുടമണിയൊന്നും വേണ്ട. എനിക്ക് സ്വർണ്ണഭ്രാന്താത്ര. പിന്നെ 100 പവന്റെ സ്വർണ്ണം വാങ്ങിച്ച് ഉരുട്ടി ഉരുട്ടി എന്റെ കഴുത്തിലിട്ട് തന്നിരിക്കല്ലേ? ഉരുട്ടി ഉരുട്ടി വാങ്ങിച്ചു തന്നാ നീ വേണ്ടെന്ന് പറയോ? ഓക്കെ ഓക്കെ ഓക്കെ. മനുഷ്യനെ നാണം കെടുത്തി കളഞ്ഞു. സ്റ്റീൽ ഗേറ്റിന്റെ ഡിസൈൻ കിട്ടിയോ? ഇല്ല സർ. അല്പം ഓർണമെന്റൽ ആയിക്കോട്ടെ. എവിടെയാ നിങ്ങള്? ലോഡ് ഇറക്കിയോ? മൈസൂർ സിമന്റ് കമ്പനിയിലെ സമരമായിരുന്നു, തീർന്നു. നാളെ രാവിലെ ആദ്യത്തെ ലോഡ് ഇവിടെ എത്തും. എത്തണം. പിന്നെ
12 mm കമ്പി 1 ടൺ അടിയന്തരമായിട്ട് വേണ്ടി വരും. മറ്റന്നാൾ മതിയോ? പോരാ, നാളെ ഉച്ചക്കുമ്പ് വേണം. പരമാവധി ശ്രമിക്കാം. പിന്നെ എന്താ പേയ്മെന്റ് വല്ലതും പെൻഡിങ് ഉണ്ടോ? ഇല്ല. കുഞ്ഞനെന്താ മെസ്സിൽ വല്ലതും പറഞ്ഞു? ഇല്ല, എന്തോ പറഞ്ഞു, പക്ഷെ പിന്നെ പറയാൻ പറഞ്ഞു. എന്ത്? അത് ആ കുഞ്ഞനെന്താ പറയും, ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. എന്താണ് സാറേ, ചാടിക്കടിക്കാനൊന്നും വരരുത്. നമ്മൾ ചോര നീരാക്കുന്നു, മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ തടിച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെ തന്നെ പോയാ മതിയോ? മനസ്സിലായില്ല. സാറ് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചാ നമുക്കൊക്കെ ചില്ലറ ഗുണങ്ങൾ കിട്ടും. വല്ലപ്പോഴും ഒരു ലോഡ് കമ്പിയോ സിമെന്റോ മുക്കിയെന്ന് വെച്ചിട്ട് കമ്പിനൊന്നും പൊളിഞ്ഞു പോയില്ല സാറേ. ബില്ല് കൃത്യമായിട്ട് പിള്ള സാർ തരുകയും ചെയ്യും. നമ്മളൊന്നും അറിയണ്ട. കമ്പനിയുടെ ശമ്പളം വാങ്ങി കമ്പനിയെ ചതിക്കണമെന്നല്ലേ ആ കള്ള പിള്ള? ഇനി ഇവിടെ മെറ്റീരിയൽസ് ഇറക്കില്ല. അയ്യോ സാർ, കള്ളന്മാർ, ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവന്മാർ. അല്ല വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. വേണ്ട, വെളുക്കാൻ തെച്ച് പാണ്ടാക്കണ്ട. സാറിന് ഇഷ്ടല്ലേ വേണ്ട, പക്ഷെ ആ പിള്ള വെള്ളത്തിലാവരുത്. അമ്മണി ഇതും കൂടെ ഉണ്ട് കേട്ടോ. ആ, എല്ലാവർക്കും കല്യാണ സദ്യയെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഗെയിമായിട്ട് ഒരു കല്യാണം നടന്നിട്ടില്ലാത്രേ. പുതിയ മരുമോള് ജോലിക്ക് പോയോ? പോയി. ഈ കാലത്ത് ജോലിയുള്ളൊരു പെൺകുട്ടിയെ കിട്ടുകയെന്ന് വെച്ചാ ഭാഗ്യം തന്നെയാ. അല്ല, മോഹൻ അല്ലെങ്കിലും ഭാഗ്യമുള്ളവരാന്ന് വെച്ചോളൂ. നല്ല ഒന്നാം തരം തറവാട്ടുകാരല്ലേ. ആ കുട്ടിയുടെ ആങ്ങള ദുബായിലാണല്ലേ? അതെ. പക്ഷെ പണത്തിന്റെയോ പഠിപ്പിന്റെയോ ഒരു അഹങ്കാരവും ആ കുട്ടിയുടെ മുഖത്തില്ല. എന്തൊരു ഐശ്വര്യം! ആ കണ്ണും ആ മുടിയും. ഉള്ളത് പറയാലോ, ഇത്ര അഴകുള്ളൊരു പെൺകുട്ടി ഈ ചുറ്റുവട്ടത്ത് എങ്ങുമില്ല. എല്ലാരും അത് തന്നെയാ പറയുന്നത്. ആ. എല്ലാവരും യോഗ അമ്മണി. ഞാൻ അത്ര കണക്കാക്കിട്ടുള്ളൂ. അതെ, അലയ്ക്ക് നിങ്ങൾ സുഖേട്ടന്റെ പുതിയൊരു പാന്റ് കീറി. എപ്പോ? ഓർമ്മയുണ്ടാവില്ലല്ലോ, കാരണം ചെയ്യുന്ന പണി ശ്രദ്ധ വേണ്ടേ. വെറുതെ വായിട്ട് അലച്ചോണ്ടിരുന്ന എങ്ങനെ കീറാണ്ടിരിക്കുക? പണി എടുക്കാമെന്നാ പണി എടുക്കണം, അല്ലാതെ അതും ഇതും പറഞ്ഞ് നേരം കളയല്ല വേണ്ടത്. പയ്യെങ്കിൽ വരണ്ടാന്നേ. ഒരാൾ കാണാമെന്നുണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്നെ മറന്നു അല്ലേ? ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ അബുദാബിക്ക് പോകുമ്പോ വീട്ടിൽ വന്ന് ചക്കവരട്ടി കളക്ട് ചെയ്തിരുന്നു, കുട്ടിയുടെ ബ്രദർ പ്രകാശിന് കൊടുക്കാൻ. ഓ, ഭാസുരചന്ദ്രൻ. ഓർമ്മയുണ്ട്. മാത്രമല്ല, കുട്ടിയുടെ കല്യാണത്തിന് ഗ്രീറ്റിംഗ് നമ്പർ 8 ഞാൻ ഒരെണ്ണം അടിച്ചിരുന്നു. വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് മാരീഡ് ലൈഫ്. ആക്ച്വലി ഞാനിപ്പോ നാട്ടിൽ ഉണ്ടായിരുന്നു, പനി പിടിച്ച് കിടപ്പിലായി പോയി. സോ എനിക്ക് ഓർമ്മയുണ്ട്. ഇടയ്ക്കൊന്ന് വീണ്ടും നാട്ടിൽ വന്നതാ. ഈ സാധന സാമഗ്രികളൊക്കെ കുട്ടിക്ക് തരാൻ പ്രകാശം തന്നയച്ചതാ. VCRും സാരികളും പിന്നെന്തൊക്കെയുണ്ട്. ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിക്കാറേ ഇല്ല. എന്നാ വരട്ടെ. അയ്യോ, ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ. അത് മാത്രം പറയരുത് പ്ലീസ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ പലർക്കും കൊടുക്കാനുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിർത്താതെ ഓടിയാലേ ഇതൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റും. അതൊക്കെ കഴിയുമ്പോഴേക്കും ലീവ് തീരും. പിന്നെ തിരിച്ചു പോകുമ്പോ ഇതേപോലെ വലിയൊരു ലോഡ് അങ്ങോട്ടും ചുമക്കാനുണ്ടാവും. ഇതൊക്കെ ഞങ്ങൾ ഗൾഫുകാർക്ക് പതിവാ, വെരി കോമൺ. പ്രകാശേട്ടൻ ഇനി അടുത്തൊന്നും നാട്ടിലേക്കില്ലേ? അത് കുട്ടി കത്തെഴുതി ചോദിച്ചോളൂ. കൂടുതൽ കുശല പ്രശ്നത്തിനൊന്നും നേരമില്ല. എല്ലാ സ്ഥലത്തും ഇതേപോലെ 2 വാക്കെങ്കിലും പറയണ്ടേ. ഇത് കിട്ടിയ വിവരത്തിന് കത്തയക്കണം കേട്ടോ. Again, let me personally wish you greeting number 8. Happy and prosperous. Okay? Okay. കണക്ഷൻ ശരിയാണോ? ആ പ്ലേ ഒന്നുകൂടെ ഒന്ന് അമർത്തി നോക്കൂ. എന്തിന്? വല്ല ലൂസ് കോണ്ടാക്ട് ഉണ്ടോന്ന് അറിയില്ലല്ലോ. ഇനി അണിഞ്ഞൊരുങ്ങി തിയേറ്ററിൽ പോണ്ടല്ലോ അല്ലേ ചേച്ചി? പിന്നെ ഇവിടെ ഒന്നും തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കല്ലേ? ഇതിവിടെ ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴെപ്പോഴും സിനിമ കാണാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇത്തവണ നീ ഇംഗ്ലീഷ് തോറ്റ കാശിന് ഗതിയില്ലാത്ത വല്ലവന്റെയും കൂടെ കെട്ടിച്ചു വിടും. സുഖേട്ടാ, അങ്ങനെ ഒരു ഉറപ്പ് അവൾക്ക് കൊടുക്കണ്ട. കെട്ടിക്കുന്ന കാര്യം പറഞ്ഞാൽ മനഃപൂർവ്വം അവൾ പരീക്ഷ തോറ്റുകളി. പിന്നെ അമ്മയുടെ ബോറടി മാറി കിട്ടും. അല്ല, അമ്മയെ ടോണിക്ക് കഴിക്കാറില്ലേ? ആ കുപ്പി അങ്ങനെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ടോണിക്ക് ഈ പ്രായത്തിൽ ടോണിക്ക് കുടിച്ച് തടി നന്നാക്കാൻ പോവല്ലേ? തടി നന്നാക്കാനല്ലമ്മേ, അത് രക്തശുദ്ധിക്കുള്ളതാ. ഇപ്പൊ ഉള്ള ശുദ്ധി മതി. നിങ്ങളുടെയൊക്കെ രക്തം ശുദ്ധമായിട്ടിരുന്നാ മതി എനിക്ക്. എന്റെ മോഹന, ഇതുവരെ ശരിയായില്ലേ? ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. അല്ല സുഖേട്ടാ. അല്ലേ? എന്നെ പഠിപ്പിക്കാ?
ഞാൻ പോളിടെക്നിക്ക് പഠിച്ചോനാ. ആ ടെക്നിക്ക് അല്ല ഈ ടെക്നിക്ക്. ഇതാ ഇത് ചേച്ചിക്ക്. ആഹാ, കാഞ്ചനക്കിനി വേറെ ഒന്നും വേണ്ട. എടാ മോഹന, നീ ഭാഗ്യവാനാ. എനിക്ക് നിന്നെ പോലെ ഒരു അളിയനില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം സമ്മാനങ്ങൾ ഇതുപോലെ എനിക്കും കിട്ടുമായിരുന്നു. അത് ചേട്ടൻ കെട്ടുമ്പോ ആലോചിക്കേണ്ടല്ലേ. അതെ. വാ മോൾ ഇവിടെ വന്നിരിക്കും. നീ അങ്ങോട്ട് മാറട്ടെ, ലൂസ് കോണ്ടാക്ടിനെ ആയിരിക്കും. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഞാൻ നോക്കാന്നേ. എനിക്ക് ടെക്നിക്കൽ മൈൻഡ് ഒന്നുമില്ല തീരെ. ആ ശരിയായി. ഓട്ടോ ട്യൂണിങ്ങിന്റെ സ്വിച്ച് ഇട്ടിരുന്നില്ല. വാ പടോടാൻ പോവാ. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ 3 പെമ്മക്കളാന്ന് അറിഞ്ഞോണ്ടല്ലേ സുഖമായിട്ട് എന്നെ കല്യാണം കഴിച്ചത്. ധാരാളം സമ്മാനങ്ങൾ തരുന്ന ഒരു അളിയനെ പെട്ടെന്ന് എവിടുന്ന് കിട്ടും? അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. അല്ലെങ്കിലും എന്നെ ആർക്കും ഇവിടെ ഒരു വിലയില്ല. എനിക്ക് പഠിപ്പില്ലല്ലോ, ഉദ്യോഗമില്ലല്ലോ. നീ പടം കാണാൻ വരുന്നില്ലേ? എനിക്ക് പടമൊന്നും കാണണ്ട. പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. മോഹന്റെ കല്യാണത്തിന് മുമ്പേ ഞാൻ പറഞ്ഞതാ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറണമെന്ന്. ഈ സാരി നന്നായിട്ടുണ്ടല്ലേ. ഇതോ തല്ലിപ്പൊളി. നല്ല സാരിയൊക്കെ അവൾ ആദ്യമേ പെട്ടി വെച്ച് പൂട്ടി. ഈ നരച്ച തുണി ഞാൻ ഉടുക്കുന്നാണോ വിചാരം? എന്റെ മോളെ 4 അക്ഷരം പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അവക്ക് നേരമണം വല്ലതും കൊടുക്കാൻ പറ്റുന്നില്ല. സുഖേട്ടന്റെ അമ്മയും അനിയനൊക്കെ ആണല്ലോ വലുത്. ആയിക്കോ, ഒരു ഉപകാരം ചെയ്തു തരുമോ? എനിക്ക് എന്റെ മോക്കും സ്വൈരമായിട്ട് കഴിയാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തു തരുമോ? വാടക വീടെന്തിനാ? അങ്ങനെയാണെങ്കിൽ നിനക്ക് മോക്കും നിന്റെ വീട്ടിൽ പോയി താമസിച്ചൂടെ? അങ്ങനെ എന്റെ വീട്ടിൽ പോയി താമസിക്കാനല്ലല്ലോ എന്റെ അച്ഛൻ നിങ്ങളുടെ കൂടെ എന്നെ ഇറക്കി വിട്ടത്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ? ഇവിടുത്തെ വീട്ടുജോലികൾ ചെയ്ത് ഒടുങ്ങാനായിരിക്കും എന്റെ വിധി.